തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് മാതൃവേദി നിങ്ങൾക്കായി സവിനയം അവതരിപ്പിക്കുന്നു അമ്മ എന്ന പുണ്യം. ക്രൈസ്തവ വിശ്വാസിയായ ഒരമ്മ എങ്ങനെയാവണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ മോനിക്ക. 332 ആഫ്രിക്കയിലെ കാർത്തേജിൽ ഒരു ക്രിസ്തീയ ഭക്ത കുടുംബത്തിലായിരുന്നു മോനിക്കയുടെ ജനനം. തികഞ്ഞ ക്രിസ്തീയ വിശ്വാസത്തിലും ഭക്തിയിലുമാണ് അവൾ വളർന്നു വന്നത്. അമ്മയായിരുന്നു അവളുടെ മാതൃക. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രൂരനും തികഞ്ഞ നിരീശ്വരവാദിയുമായ പട്രീഷ്യസ് മോനിക്കയെ വിവാഹം ചെയ്തു. അവരുടെ ദാമ്പത്യവല്യതയിൽ 2 കുഞ്ഞുങ്ങൾ പിറന്നു. കുടുംബം ഒരു ഗാനം, സ്നേഹസമ്മാനം, ശ്രുതി ചേർന്ന തന്ത്രികൾ, മീട്ടം സംഗീതം. മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്താൻ പട്രീഷ്യസ് സമ്മതിച്ചിരുന്നില്ല. അവളുടെ ഒരു പ്രാർത്ഥന എണീറ്റ് പൊക്കെ എന്റെ മുന്നിൽ നിന്ന്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മക്കളെ വേണ്ടാത്ത കാര്യങ്ങൾ പഠിപ്പിക്കരുതെന്ന്. അവളുടെ ഒരു പ്രാർത്ഥന. നിനക്കൊക്കെ ഇവിടെ എന്താ പണി? മനുഷ്യൻ ജോലി കഴിഞ്ഞ് വിഷമിച്ചു വരുമ്പോ ഭാഗ്യ ചൊവ്വയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ വേണേ. അതെങ്ങനെയാ? മുഴുവൻ സമയവും പ്രാർത്ഥനയും പരിത്യാഗമായിട്ട് ഇരുന്നാൽ മതിയല്ലോ. അവളുടെ ഒരു പ്രവസനം. പട്രീഷ്യസ് ക്രൂരനായ മനുഷ്യനായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അദ്ദേഹം മോനിക്കയോട് തട്ടിക്കയറി അവളെ വഴക്ക് പറഞ്ഞിരുന്നു. ചിലപ്പോൾ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാലും മോനിക്ക തികഞ്ഞ അനുസരണയുള്ള ഭാര്യയായിരുന്നു. ഒരിക്കൽ പോലും ഭർത്താവിനോട് എതിർത്ത് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. എന്റെ ദൈവമേ, മോനിക്ക ഭർത്താവിനെ ഏറെ സ്നേഹിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നിരന്തരം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മരണത്തിന് മുമ്പ് വരെ അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. മോനിക്ക, നിന്റെ പ്രാർത്ഥന എന്നെ അതിശയിപ്പിച്ചിരിക്കുന്നു. നിന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ ദൈവമാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് ഞാൻ കരുതുന്നു. ഞാനും ക്രിസ്തുവിന്റെ അനുയായിയാകാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഞാനും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. ദൈവത്തിന് സ്തുതി. അവിടുത്തെ
നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത്ര നാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, ഇത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. പാട്രീഷ്യസ് അങ്ങനെ മരണക്കിടക്കിൽ വെച്ച് സത്യദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു. 370 മാമോദീസ സ്വീകരിക്കുകയും 371 മരണമടയുകയും ചെയ്തു. തന്റെ ഭർത്താവിനെ യേശുവിന്റെ വഴിയെ കൊണ്ടുവന്നെങ്കിലും മകനെ യേശുവിലേക്ക് അടുപ്പിക്കാൻ അപ്പോഴും മോനിക്കയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. മകനെ, ഈ ബൈബിൾ അഴിച്ചു പ്രാർത്ഥിക്കും, നിന്റെ വിഷമങ്ങളെല്ലാം മാറും. ഈയിടെയായി നീ പ്രാർത്ഥിക്കാനൊന്നും കൂടുന്നില്ലല്ലോ. ദേവൻ അപ്പനെ പറഞ്ഞു പറ്റിച്ച് വശത്താക്കിയവരെ എന്റെ അടുത്ത് ഈ ഇടപെട്ട് വരാൻ നിൽക്കണ്ട. ഞാൻ അതിന് വീഴില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. മനക്കേസമാണ് എന്റെ മാർഗം. മോനെ പോകല്ലേ, മോനെ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ, പൊന്നു കുഞ്ഞി ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരോ നിന്നെ രക്ഷിപ്പാനുള്ളൂ. മോനിക്ക തന്റെ മകന്റെ മാനസാന്തരത്തിനു വേണ്ടി നിരന്തരം കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗം കേട്ട അഗസ്റ്റിൻ ക്രിസ്തുവിൽ വളരെ ആകൃഷ്ടനായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ ബൈബിൾ തുറന്നപ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങൾ ലഭിച്ചു. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതിയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ വചനം അഗസ്റ്റിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അങ്ങനെ രക്ഷകനായി ഈശോയുടെ പാത പിന്തുടരുവാൻ തയ്യാറായി. മോനിക്ക തന്റെ മകന്റെ മാനസാന്തരത്തിനു വേണ്ടി 17 വർഷം കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകളുടെ ഫലമായി അഗസ്റ്റിൻ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നുവന്നു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. അങ്ങനെ 387 ഈസ്റ്റർ ദിനത്തിൽ അഗസ്റ്റിൻ മാമോദിസ സ്വീകരിച്ച് ദൈവവിശ്വാസിയായി മാറി. മോനിക്ക തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്കെത്തി. മക്കളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും എൻ്റെ ശരീരം ഉപേക്ഷിച്ചോളൂ. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ എനിക്കായി ചെയ്യണം. നിങ്ങൾ എവിടെയാണെങ്കിലും എന്നും എന്നെ ബലിപീഠത്തിൽ സ്മരിക്കണം. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തു ഉറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമോ നിർന്നിടാൻ. കരയുന്നോ നിങ്ങൾ
രോഗബാധിതയായിരുന്ന മോനിക്ക 9 ദിവസത്തെ സഹനത്തിന് ശേഷം തൻ്റെ 56-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. ഈ അമ്മ മരണം വരെയും ഒരു നിമിഷം പോലും പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. മറ്റൊന്നിലും മനസ്സ് അർപ്പിച്ചിട്ടുമില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട മക്കൾക്കും തിന്മയുടെ വഴിയിൽ പോകുന്ന ഭർത്താക്കന്മാർക്കും വേണ്ടി പലരും മോനിക്കയുടെ മാധ്യസ്ഥം തേടി ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട്. മോനിക്ക പുണ്യവതിയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്ന ഈ മാസത്തിൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെയൊക്കെ ജീവിതവും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥനയിൽ ജീവിച്ചു തീർക്കാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തിലൂടെ മറ്റുള്ളവരെയും അങ്ങയുടെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനുള്ള കൃപ നൽകണമേ. എന്നും അങ്ങയോടുള്ള പ്രാർത്ഥനയിലായിരിക്കുവാൻ നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.